ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. കൃത്യമായ ബിൽ, വ്യക്തമായ വിവരങ്ങൾ. കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ പർച്ചേസിലും, എല്ലാ ഷോറൂമുകളിലും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. കാർഷിക വികസന കർഷക ക്ഷേമ ബോർഡിന്റെ സംസ്ഥാന പുരസ്കാര നിറവിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത്. മികച്ച കൃഷി ഓഫീസർക്കുള്ള പുരസ്കാരം വല്ലപ്പുഴ കൃഷി ഓഫീസർ UV ദീപയ്ക്ക് ലഭിച്ചു. മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡ് വല്ലപ്പുഴ കാർഷിക കർമ്മസേന കൃഷിക്കൂട്ടവും കരസ്ഥമാക്കി. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ ബോർഡിന്റെ സംസ്ഥാന അവാർഡുകളിൽ ഇത്തവണ വല്ലപ്പുഴയ്ക്ക് ഇരട്ടി മധുരമാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച കൃഷി ഓഫീസർക്കുള്ള പുരസ്കാരം വല്ലപ്പുഴ കൃഷി ഓഫീസർ UV ദീപയ്ക്ക് ലഭിച്ചു. മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള പുരസ്കാരം വല്ലപ്പുഴ കാർഷിക കർമ്മസേനയ്ക്കും ലഭിച്ചു. 50,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് കാർഷിക കർമ്മസേനയ്ക്ക് ലഭിക്കുന്ന സമ്മാന തുക. പഞ്ചായത്തിലെ കാർഷിക സേവന മേഖലയിൽ കാർഷിക കർമ്മസേന നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ശ്രദ്ധേയമായ കാർഷിക മുന്നേറ്റമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടപ്പാക്കി വരുന്നത്. തരിശുഭൂമി ഉപയോഗപ്രദമാക്കൽ, കാർഷിക മേഖലയിലെ നൂതന പദ്ധതികൾ, വൈവിധ്യങ്ങളായ കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പാക്കിയത്. നെൽപ്പാടങ്ങളിൽ 4 വിള കൃഷി സമ്പ്രദായത്തിനും തുടക്കമിട്ടു. പയർ ഗ്രാമം പദ്ധതി, ജൈവ കൃഷി വ്യാപനം, സുഭിക്ഷ കേരളം, തരിശുരഹിത വല്ലപ്പുഴ, സുരക്ഷിത തീന്മേശകൾ തുടങ്ങിയ ഒട്ടനവധി പദ്ധതികളും പഞ്ചായത്തിൽ ആവിഷ്കരിച്ചു. അവാർഡ് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും എല്ലാവരുടെയും പിന്തുണയാണ് അംഗീകാരത്തിന് പിന്നിലെന്നും കൃഷി ഓഫീസർ UV ദീപ പ്രതികരിച്ചു. നമുക്ക് ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ, കൃഷി ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അതിന് കർഷകരുടെ സഹായം വേണം. അതേപോലെ തന്നെ കാർഷിക വികസന സമിതിയിലെ എല്ലാ അംഗങ്ങളും വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും സർവോപരി ഭരണസമിതിയുടെ സപ്പോർട്ട്, ഇതെല്ലാം എനിക്ക് ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനൊരു അംഗീകാരം ലഭിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ, അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ, ഇതിനു മുന്നേ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, പിന്നെ നിങ്ങൾക്കറിയാം എൻ്റെ ഒപ്പം ഇവരെല്ലാവരും കർമ്മസേന, ആഴ്ചച്ചന്ത, ഇവിടെ കൃഷിഭവനുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് എൻ്റെ ഒരു അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് എല്ലാവർക്കും, വല്ലപ്പുഴയിലുള്ള എല്ലാ കർഷകർക്കും, ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. തൃശൂർ സ്വദേശിനിയായ UV ദീപ കഴിഞ്ഞ 6 വർഷമായി വല്ലപ്പുഴയിൽ കൃഷി ഓഫീസറായി പ്രവർത്തിച്ചു വരികയാണ്. പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്കാണ് കാർഷിക കർമ്മസേനയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. തരിശുഭൂമികളിൽ നെൽകൃഷിയും തണ്ണിമത്തൻ കൃഷി ഉൾപ്പെടെയുള്ള കൃഷികൾ നടപ്പാക്കാൻ കാർഷിക കർമ്മസേന മുന്നിലുണ്ടായിരുന്നു. കർഷകർക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ടെന്ന് കാർഷിക കർമ്മസേന പ്രസിഡന്റ് സുരേഷ് കുമാർ, സെക്രട്ടറി സുബ്രഹ്മണ്യൻ, സൂപ്പർവൈസർ അഭിരാം S. നാരായണൻ എന്നിവരും പറഞ്ഞു. 14 അംഗങ്ങളാണ് കാർഷിക കർമ്മസേനയിലുള്ളത്. കൂടുതൽ തരിശുരഹിത വല്ലപ്പുഴ പഞ്ചായത്ത് എന്ന രീതിയിൽ തന്നെ വല്ലപ്പുഴ പഞ്ചായത്തിലെ ഒരുവിധം തരിശ് എല്ലാം മാറ്റി കൃഷിയോഗ്യമാക്കി കർമ്മസേന ആദ്യം തന്നെ കൃഷി ചെയ്ത് അത് തരിശ് മാറ്റിയിട്ട് പിന്നെ കൃഷിക്കാർ കൃഷി ചെയ്തെന്നു. ഇപ്പോൾ അങ്ങനെ തരിശുരഹിത വല്ലപ്പുഴ എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ തരിശ് ഇല്ലാത്ത രീതിയിലായി വല്ലപ്പുഴ. ഇപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷൊർണൂർ ബ്ലോക്കിലെ എല്ലാ കൃഷിഭവനിലും 10 കൃഷിഭവനിലും ഞങ്ങളുടെ കർമ്മസേനയുടെ തൈ തന്നെ നല്ല ക്വാളിറ്റി തൈകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ പച്ചക്കറി മൾച്ചിങ് അല്ലെങ്കിൽ ഡ്രിപ്പിംഗ്, അതുപോലെ തന്നെ തണ്ണിമത്തൻ കൃഷി വല്ലപ്പുഴ പഞ്ചായത്തിൽ ഈ അടുത്ത പഞ്ചായത്തുകളിലൊക്കെ വല്ലപ്പുഴ ബേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ഷൊർണൂർ ബേസ് ചെയ്തിട്ടുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും ആദ്യം തണ്ണിമത്തൻ കൃഷി തുടങ്ങിയത് വല്ലപ്പുഴ പഞ്ചായത്തിലാണ്. വല്ലപ്പുഴ പഞ്ചായത്തിലെ കാർഷിക കർമ്മസേന കൃഷിക്കൂട്ടത്തിന് കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷി ഓഫീസർക്കും ഏറ്റവും നല്ല കൃഷി ഓഫീസറായി അവാർഡ് ലഭിച്ചതിൽ വലിയ സന്തോഷമാണ് പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നും കർഷകരെ ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനമാണ് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫും പ്രതികരിച്ചു. കേക്ക് മുറിച്ചും മധുരം നൽകിയുമെല്ലാമാണ് പുരസ്കാര വാർത്ത ജീവനക്കാർ ആഘോഷമാക്കി മാറ്റിയത്. ഇത്തവണ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലക്ക് ഒരു വലിയ സന്തോഷമാണ് പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ഒരു ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വല്ലപ്പുഴ കൃഷിഭവനിൽ
നമ്മുടെ ഈ ഭരണസമിതിക്കൊപ്പം കഴിഞ്ഞ 4.5 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന നിർവഹണ ഉദ്യോഗസ്ഥരിൽ പ്രധാനപ്പെട്ട ഒരാൾ, അതായത് ഉൽപ്പാദന മേഖലക്കകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ കൃഷി ഓഫീസർ വഹിച്ച പങ്ക് ചെറുതല്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനം വ്യാപകമായി തന്നെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വരെ വിലയിരുത്തുന്ന തരത്തിലേക്ക് കൃഷി ഓഫീസർ UV ദീപയുടെ അവാർഡിനെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. കൃഷി ഓഫീസർ അത് കാർഷിക മേഖലക്കകത്ത് എല്ലാവർക്കും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ചെയ്യാൻ ആളുകളുണ്ടാവും ചില സ്ഥലങ്ങളിൽ, പക്ഷേ ഇത് ചെയ്യിക്കാനും നയിക്കാനും കൂടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കൃഷി രീതികൾ, പല നൂതനമായ ആശയങ്ങൾ, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക കാര്യങ്ങളെല്ലാം ഒത്തിണക്കി പോവുക എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ലാത്ത എഫേർട്ട് എടുക്കുക